നമസ്കാരം. പള്ളിപ്പുറം ടോക്സിലേക്ക് സ്വാഗതം. രാജ്യ തലസ്ഥാനമായ ദില്ലിയിലും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇന്നലെ ഒരു അസാധാരണ പ്രതിഷേധം അരങ്ങേറി. സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ ED കുറ്റപത്രം സമർപ്പിച്ചതിലുള്ള കോൺഗ്രസ് പ്രതിഷേധമായിരുന്നു അത്. പക്ഷെ ഈ വാർത്തയറിഞ്ഞ മലയാളികൾ മൂക്കത്ത് വിരൽ വെച്ചുകൊണ്ട് അമ്പരന്ന് നിന്നുപോയി. കാരണം മറ്റൊന്നല്ല, തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ ED കേരളത്തിൽ എത്തുമ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ ആ രോമാഞ്ചമണിഞ്ഞുള്ള നിൽപ്പ് മലയാളികൾ ഓർത്തുപോയി. നിസ്സാര കാര്യങ്ങൾക്കുള്ള ഇടപെടലുകളുമായി ED കേരളത്തിൽ എത്തുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ നടത്തുന്ന ആഹ്ലാദ പ്രകടനങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ കൂട്ടിക്കൊടുപ്പ് മാധ്യമങ്ങൾ നടത്തുന്ന വിവിധ പ്രകടനങ്ങൾ, സ്വതന്ത്ര രാഷ്ട്രീയ നിരീക്ഷക വേഷം കെട്ടിക്കൊണ്ടുള്ള കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരായ ചില വൻപുള്ളികളുടെ അഴിഞ്ഞാടലുകൾ, ഇതിനെല്ലാം മലയാളികൾ പലവട്ടം സാക്ഷ്യം വഹിച്ചതാണ്. അതുപോലെ തന്നെ നമ്മുടെ മാത്യു കുഴൽനാടനെ പോലെയുള്ളവർക്കാണെങ്കിൽ വെളുത്ത കുതിരയെ വിലയ്ക്ക് വാങ്ങി തറവാട്ടിലെത്തുന്ന വലിയമ്മാവൻ വരും പോലെയാണ് കേരളത്തിലേക്ക് ED വരുമ്പോഴുള്ള മനോഭാവം. അതുകൊണ്ടാണ് മലയാളികൾ അമ്പരന്ന് നിന്നുകൊണ്ട് ഈ ചോദ്യം ചോദിക്കുന്നത്: കേരളത്തിൽ വന്ന ED നല്ലതും ദില്ലിയിലെ ED ചീത്തയുമാണോ എന്ന്. രാജമാണിക്യത്തിലെ മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രം പറയും പോലെ ഈ കുട്ടി തന്നെയല്ലേ ലാക്കുട്ടി? നവോത്ഥാനത്തിന്റെയും വർഗസമരങ്ങളുടെയും വിളഭൂമിയായ മലയാളക്കരയിൽ വർഗീയതയുടെ വിത്തുകൾ എത്ര പ്രാവശ്യം എറിഞ്ഞാലും അത് മുളയ്ക്കില്ലെന്ന് മനസ്സിലായപ്പോഴാണ് വാളയാർ ചുരമിറങ്ങി ED കേരളത്തിലെത്തിയത്. ഈ സത്യം മലയാളികൾ എന്നെ മനസ്സിലാക്കിയതാണ്. അത് തിരിച്ചറിയാനാവാത്തത് ഇവിടുത്തെ കോൺഗ്രസുകാർക്ക് മാത്രമായിരുന്നു. കേന്ദ്ര ഏജൻസികൾ രാഷ്ട്രീയം കളിക്കുകയാണെന്നും അവർ നാളെ നിങ്ങളെയും തേടി വരുമെന്നും ഇടതുപക്ഷം അന്നേ മുന്നറിയിപ്പ് നൽകിയതാണ്. പക്ഷേ അന്ധമായ ഇടതുപക്ഷ വിരോധം, അതുകൊണ്ട് തന്നെ കോൺഗ്രസുകാർ അത്തരം സന്ദർഭങ്ങളിൽ മുഖം തിരിച്ചു നിൽക്കുകയായിരുന്നു. ജനാധിപത്യത്തിന്റെയും ഫെഡറലിസത്തിന്റെയും എല്ലാ അന്തസ്സും കളഞ്ഞു കുളിച്ചുകൊണ്ട് വിവിധ സംസ്ഥാന മുഖ്യമന്ത്രിമാരെ വരെ തടവിലാക്കുമ്പോൾ കോൺഗ്രസുകാർ അത്തരം സന്ദർഭങ്ങളിൽ ചെയ്തതെന്തായിരുന്നു? കോൺഗ്രസ് ഓഫീസുകളിൽ നിന്ന് അവർ ഊതിച്ചിരിക്കുകയായിരുന്നു. ഡൽഹി മുഖ്യമന്ത്രിയായിരുന്ന അരവിന്ദ് കെജ്രിവാൾ, ആ കെജ്രിവാളിനെ തടവിലാക്കുന്നതിന് വേണ്ടി BJPയെ സഹായിച്ച ആ പരാതി ഉയർത്തിക്കൊണ്ടുവന്നത് ദില്ലിയിലെ കോൺഗ്രസുകാരായിരുന്നു. എന്നാൽ അതിന്റെ രാഷ്ട്രീയ നേട്ടം കൊയ്തെടുത്തത് BJPക്കാരുമായി. എന്നാൽ ഏറ്റവും ഒടുവിൽ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമെതിരെ ED കുറ്റപത്രം സമർപ്പിച്ചപ്പോഴാണ് രാജ്യത്തെ പ്രതിപക്ഷത്തെ വേട്ടയാടുന്നതിനുള്ള ഉപകരണമായി ED തരം താണുവെന്നും കേന്ദ്ര സർക്കാർ രാഷ്ട്രീയം കളിക്കുകയാണെന്നുമെല്ലാം കോൺഗ്രസുകാർക്ക് വെളിപാടുണ്ടായത്. ഇതാണ് സ്വയം കൃതാനർത്ഥം. സത്യത്തിൽ നിങ്ങൾ വിതച്ച ആ അനർത്ഥങ്ങളാണ് ഇപ്പോൾ വിനാശത്തിന്റെ വിളകളായി നിങ്ങൾ കൊയ്തെടുക്കുന്നത്. രാജ്യത്തെ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പലതും അർത്ഥപൂർണമായ നിസ്സംഗത ഇക്കാര്യത്തിൽ പാലിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇതൊക്കെയാണെങ്കിലും കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ഇതൊന്നും പ്രശ്നമല്ല. അവർ രണ്ടു വള്ളത്തിലും കാൽ ചവിട്ടിക്കൊണ്ട് എങ്ങനെയെങ്കിലും പിണറായി വിജയനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കണമെന്നുള്ള അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളിലാണ്. അങ്ങനെയുള്ളവർക്ക് ദില്ലിയിൽ എന്ത് നടന്നാലും ഒരു പ്രശ്നവുമില്ല. കൂട്ടുകാരെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക, ലൈക്ക് ചെയ്യുക. സസ്നേഹം, നിങ്ങളുടെ പ്രദീപ് കുമാർ.